ഈ പ്രിയപ്പെട്ടവരെ പ്രേക്ഷകർ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ കരുതുകയാണ്. ശാന്തവും സമാധാനവും നിറഞ്ഞ ഒരു അവധൂസമാണ്. എന്തൊക്കെയാണ് സൺഡേ പരിപാടീസ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയണം. എന്തായാലും വാർത്തയിൽ അങ്ങനെ ഈ പറയുന്ന ശാന്തിയും സമാധാനവും സ്വസ്ഥവും നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് മാറി ഒന്ന് ഗംഭീരമായിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാർത്തയിലേക്ക് വന്നാൽ വാർത്തയിൽ ഈ പറയുന്ന അത്ര സ്വസ്ഥതയോ സമാധാനമോ എന്നുള്ള ദിവസമല്ല. കൂടുതൽ വാർത്തകൾ കിടക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് തന്നെയാണ്. കെജ്രിവാളിൻ്റെ അറസ്റ്റ്, ജയിലിൽ കിടന്നുകൊണ്ട് ആദ്യ ഉത്തരവിറക്കുന്നു അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ ജയിലിൽ കിടന്ന് ഞാൻ ഭരിക്കും എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് പ്രാവർത്തികമാക്കി തുടങ്ങിയിരിക്കുന്നു. അവിടെ കെജ്രിവാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപിയുടെ പ്രതിഷേധം. കേരളത്തിലേക്ക് വന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പിന്നെ ഓശാന ഞായറാണ്, വ്രതശുദ്ധിയുടെ ദിവസങ്ങൾ, നോമ്പുകാലങ്ങൾ, അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയാൻ ഒരുപാട് കാര്യങ്ങളാണ്. നമുക്ക് തുടങ്ങിയേക്കാം. വെൽക്കം ടു യെസ് ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ നമ്മുടെ ഉച്ചവാർത്ത യാത്രയിലെ ഈ സെറ്റൊക്കെ മാറി അടിപൊളിയായെങ്കിലും നമ്മുടെ പതിവിന് എന്തായാലും മാറ്റമില്ല. നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ പറയുന്ന മുഹൂർത്തമാണ് ഹെഡ്ലൈൻസ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ വാർത്താഭര ദിവസ തലക്കെട്ടുകൾ. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട വിനീത നാരായണൻകുട്ടി, അഞ്ജന, ലെനീഷ്, റിൻസി, ലില്ലി, ഗ്രേസി, നൌഷാദ്, അബീന, ഷറഫുദ്ദീൻ, രാഹില, ഷമി സുലൈമാൻ, ശ്രീരാജ് കാലിക്കട്ട്, കീർത്തി, സുലൈമാൻ, ഷാനു, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശുഭമധ്യാനം ഒരിക്കൽ കൂടി നേരുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാണെങ്കിലും ഡൽഹിയിലെ ഭരണം തടവിലല്ല. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കഴിയുമ്പോഴും ഭരണനിർവഹണം തുടരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് മുഖ്യമന്ത്രി കൈമാറിയത്. കെജ്രിവാൾ കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നിർണായക യോഗം ചേർന്നു. അറസ്റ്റിനെതിരെ ഇന്നും പ്രതിഷേധങ്ങളുണ്ടായി. ഡൽഹി മന്ത്രി അതിഷിക്ക് ജയിലിൽ നിന്നയച്ച കുറിപ്പിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കണമെന്ന്. വാർത്താസമ്മേളനത്തിൽ അതിഷി കത്ത് പുറത്തുവിട്ടു. ഡൽഹി जनता വേണ്ടി केजरीवाल തുടർന്നും പ്രവർത്തിക്കുമെന്ന് അതിഷി. देखिए, मुख्यमंत्री के तौर पर अरविंद केजरीवाल जी लगातार मंत्रियों के कामों का रिव्यू करते हैं, उनको आदेश देते हैं. हमें कभी सुबह फ़ोन पे कॉल करते थे, कभी व्हाट्सएप पे आदेश देते थे. हर विभाग के काम पर वो एक क्लोज सुपरविजन हमेशा बतौर मुख्यमंत्री रखते आए. കസ്റ്റഡിയിൽ ഭരണം തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യം ബിജെപി ഉയർത്തുന്നതിനിടെയാണ് കെജ്രിവാളിന്റെ അസാധാരണ നടപടി. കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടി നിർണായക യോഗം ചേർന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി സന്ദീപ് പഥക്കിന്റെ നേതൃത്വത്തിൽ വിളിച്ച യോഗത്തിൽ നേതാക്കളും MLA-മാരും കൗൺസിലർമാരും പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ അറസ്റ്റിനെതിരെ സമരപരിപാടികളും ഭരണനിർവഹണവും തീരുമാനിക്കാനാണ് യോഗം ചേർന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്നും പ്രതിഷേധിച്ചു. കെജ്രിവാളിന്റെ രാജി ആവശ്യം ശക്തമാക്കാനാണ് BJP നീക്കം. 24 ഡൽഹി. അപ്പോൾ അതവിടെ സംഘർഷഭരിതമായ പ്രതിഷേധം തുടരുകയാണ്. അല്പസമയത്തിനകം ഇന്ത്യ മുന്നണി ഇവിടെ വാർത്താ സമ്മേളനം തുടങ്ങാൻ പോകുന്നു. ഇന്നൊരു പ്രത്യേക നിർണായക യോഗം അവർ ചേരുകയായിരുന്നു. വസന്തകുമാരി പറയുന്നു ആഷ്മി ഫ്ലോർ അടിപൊളിയാന്ന് പറയുന്നു. ആശയം പറയുന്നു ഫ്ലോർ അടിപൊളിയാണ്. ഹസീന ഷാജി സെറ്റ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ CG ഗ്രാഫിക്സിലെ കിടിലങ്ങളെ അറിയിച്ചേക്കാം അത് ഗംഭീരമായി എന്ന് പറഞ്ഞ കാര്യം. നമ്മൾ നേരെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. കോൺഗ്രസിന് അമേഠി റായ്ബറേലി സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 4ാം പട്ടികയിലും ഇരുമണ്ഡലങ്ങളിലും ഒഴിച്ചിട്ടു. BJPയുടെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടായേക്കും. കേരളത്തിൽ അവശേഷിക്കുന്ന 4 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചേക്കും. എല്ലാ കാലത്തും കോൺഗ്രസിന്റെ സ്റ്റാർ മണ്ഡലമായ അമേഠിയിലും റായ്ബറേലിയിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്നലെ രാത്രി പുറത്തുവിട്ട പട്ടികയിലും ഇരു മണ്ഡലങ്ങളും ഇല്ല.
നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലം ഉപേക്ഷിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന് ഒരു വിഭാഗം നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിറ്റിംഗ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം വൈകുന്നതിൽ ഒരു വിഭാഗം അതൃപ്തിയിലാണ്. അമേഠി നേരത്തെ നഷ്ടമായതാണെങ്കിലും ഇത്തവണ സോണിയ മത്സരരംഗത്ത് നിന്നും മാറിയ സാഹചര്യത്തിൽ പ്രിയങ്ക എത്തിയില്ലെങ്കിൽ റായ്ബറേലിയും കൈവിട്ടു പോകുമെന്നാണ് പ്രവർത്തകരുടെ ആശങ്ക. കോൺഗ്രസുമായി ധാരണയിലെത്തിയ ബംഗാളിൽ 4 സ്ഥാനാർത്ഥികളെ കൂടി CPIM പ്രഖ്യാപിച്ചു. മുർഷിദാബാദിൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമാണ് സ്ഥാനാർത്ഥി. റാണാഘട്ട്, ബർധമാൻ, ദുർഗാപൂർ, ഭോൽപൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. BJPയുടെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കും. ഉത്തർപ്രദേശ്, ബംഗാൾ, രാജസ്ഥാൻ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിൽ ഒഴിച്ചിട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സീറ്റ് വിഭജന ചർച്ച തുടരുന്ന ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥിത്വം വൈകും. 24 ഡൽഹി. ലില്ലി ചോളി പറയുകയാണ്, ഇന്ന് ഓശാന ഞായർ ഒലിവിൻ കൊമ്പുമായി യേശുക്രിസ്തുവിനെ ജെറുസലേം വീഥികളിൽ എതിരേറ്റ ദിവസത്തിന് ഓർമ്മ ദിനം. ഇന്ന് അവിടെ പക്ഷേ ദുഃഖമയമാണ്. ഗസയിൽ മരിച്ചു വീണ അനേകായിരങ്ങളുടെ നിലവിളി ശബ്ദം അവിടെ എന്ന് കേൾക്കുകയാണ്. കഴിഞ്ഞ ക്രിസ്മസിനും അവർ ആ വേദനയോട് പങ്കുചേർന്ന് നിൽക്കുകയായിരുന്നു. അവിടെ ക്രിസ്മസ് ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അത് വേദനാജനകമാണ്. ലിജി എന്നെ ചെയ്യാനാ. വർഗീസ് തട്ടക്കാട്, അഷ്മി ബ്രോ, എല്ലാവർക്കും ഓശാന തിരുനാൾ ആശംസകൾ പറയാമോ? പിന്നെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓശാന തിരുനാൾ ആശംസകൾ. വ്യോമസേന മുൻ മേധാവി RKS ബദൌരിയ BJPയിൽ. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി വിനോദ് തൗദേയുടെയും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന്റെയും സാന്നിധ്യത്തിൽ അംഗത്വം സ്വീകരിച്ചു. 2021 ബദൌരിയ വ്യോമസേനയിൽ നിന്ന് വിരമിച്ചത്. ഗാസിയാബാദിൽ നിന്ന് മത്സരിച്ചേക്കുമെന്നാണ് വിവരം. YSR കോൺഗ്രസ് പാർട്ടി നേതാവ് വരപ്രസാദ് റാവുവും BJPയിൽ ചേർന്നു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവ ചർച്ചയായി പൗരത്വ ഭേദഗതി. മുഖ്യമന്ത്രി കോൺഗ്രസിനെ വിമർശിക്കുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ കുറ്റപ്പെടുത്തി. CAA വിരുദ്ധ പ്രക്ഷോഭത്തിലെ കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് BJP ആരോപിക്കുന്നു. CAA വിരുദ്ധ പ്രക്ഷോഭത്തിലെ കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പൊതുവേദിയിൽ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം വിശദമായി പരിശോധിക്കണമെന്നും നടപടിയെടുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ആവശ്യപ്പെടുകയാണ്. പൗരത്വ ഭേദഗതിക്കെതിരായ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കേണ്ടത് BJPക്കെതിരെയാകണമെന്ന് MK മുനീർ. കേന്ദ്ര നിയമത്തിൽ സംസ്ഥാനത്തിനൊന്നും ചെയ്യാനാകില്ലെന്നും MK മുനീർ പറഞ്ഞു. അദ്ദേഹം റാലി നടത്തുമ്പോൾ അദ്ദേഹം ശരിക്കും BJPക്കെതിരെയാണല്ലോ സംസാരിക്കേണ്ടത്. അദ്ദേഹം ഇത് ഞങ്ങൾ റാലി നടത്തുന്നു, കോൺഗ്രസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താ? അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ സമസ്തയുടെ ആളാണെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും സമസ്ത കോൺഗ്രസിനെതിരാണെന്ന് കരുതുന്നില്ലെന്നും MK മുനീർ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ കിറ്റിനടിമകളായെന്നാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ നിരീക്ഷണം. പൊതുതിരഞ്ഞെടുപ്പ് UDFന് ചിഹ്നം സംരക്ഷിക്കാനുള്ള മത്സരമല്ലെന്ന് AK ബാലനെ പരിഹസിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഞങ്ങളുടെ ചിഹ്നം രക്ഷിക്കാനല്ല, AK ബാലൻ പറഞ്ഞതാണ് സത്യം. ഈനാം ബീച്ചിക്കും മരപ്പട്ടിക്കും വോട്ട് പിടിക്കാതിരിക്കാനാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്, അല്ലാണ്ട് ജയിച്ച് പാർലമെന്റിൽ പോകാനല്ല. നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ ഇടതു പാർട്ടികൾക്ക് ദേശീയ പദവിയും ചിഹ്നവും നഷ്ടമാകുമെന്നാണ് AK ബാലൻ ഇന്നലെ പൊതുവേദിയിൽ പറഞ്ഞത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ആശാബിന് പറയുകയാണ്, ഇന്നലെ അവർക്ക് നല്ല മഴ കിട്ടിയെന്നവരാണ്. ഭാഗ്യവതി ഇവിടെ മഴയുണ്ടോ എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൊതുവായ വ്യാപകമായ ഒരു വേനൽ മഴയുടെ കാലാവസ്ഥാ പ്രവചനമൊന്നുമില്ല. എന്നാലും മഴ പെയ്യട്ടെ. അസാധ്യമായ അങ്ങേറ്റത്തെ ചൂടാണ്. ലിലിച്ചേച്ചി പിന്നെയും പറയുകയാണ്, പുതിയ ഫ്ലോറിൽ ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ടല്ലോ, ഡിസൈൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുകയാണ്. താങ്ക് യു. നമുക്ക് ഫുട്ബോൾ കളിച്ചേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM മത്സരിക്കുന്നത് BJPയെ തോൽപ്പിക്കാനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM BJPയുമായി രഹസ്യ ചർച്ച നടത്തുകയാണ്. CPMഉം BJPയും ഒന്നിച്ചു നിന്നാലും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ് VD സതീശൻ. അപ്പോൾ ഇവർ മത്സരിക്കുന്നത് BJPയെ തോൽപ്പിക്കാനല്ല. CPM നേതാക്കൾ BJP നേതാക്കളുമായി ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങുന്നു, അവരുമായിട്ടുള്ള രഹസ്യ ചർച്ചകൾ നടത്തുന്നു. ഈ BJP CPM ഈ അവിഹിതമായ ബാന്ധവം അവർ ഒരുമിച്ച് നിന്നാലും ഒരു സീറ്റിൽ പോലും കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള അന്തർധാര ശക്തമായതുകൊണ്ട് കേരളത്തിലേക്ക് ഇഡി വരില്ല എന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തല. M ശിവശങ്കർ ശിക്ഷിക്കപ്പെട്ടിട്ടും പിണറായിക്ക് ഇഡി നോട്ടീസ് അയച്ചില്ല, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സന്തോഷത്തോടെ ഇരിക്കുന്നതെന്നും ചെന്നിത്തല പരിഹസിച്ചു. കേരളത്തിൽ ഇഡി വരില്ല, കാരണം പിണറായിയും മോഡിയും തമ്മിലുള്ള അന്തർധാര അത്ര വലുതായതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിൽ ഇഡി വരില്ല. ആരും പേടിക്കേണ്ട കാര്യമില്ല.
അപ്പോൾ അതങ്ങനെ അന്തർധാരയുണ്ടോ തുടങ്ങി എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ ആ ആരോപണം ഉയരാറുണ്ട്. ഈ കുറിയും പതിവിന് മാറ്റമില്ല. കൂടുതൽ ഊർജ്ജസ്വലമായി രണ്ട് മുന്നണികളും BJP ബന്ധം ആരോപിക്കട്ടെ. രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ വിമർശനവുമായി കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. അതിനു മുൻപും പല ബില്ലുകളിലും കാലതാമസം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രപതിയെ വിചാരണയ്ക്ക് വിധേയയാക്കാൻ ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല. ആദിവാസി വനിത പരമോന്നത പദവിയിലെത്തിയപ്പോൾ CPIM എതിർക്കുകയാണെന്ന് V മുരളീധരൻ കുറ്റപ്പെടുത്തി. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതിനു മുൻപും പല ബില്ലുകളും അത് അംഗീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന രാഷ്ട്രപതിക്കെതിരായിട്ട് ഇന്നുവരെ ഒരു സർക്കാരും ഒരു പാർട്ടിയും കേസിന് പോയിട്ടില്ല. ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വാർത്താ സമ്മേളനം തുടരാൻ ഗോപാൽ റായ് പറയുന്നു, ജനാധിപത്യം സ്നേഹിക്കുന്നവർ അസ്വസ്ഥരാണ്. കഴിഞ്ഞ മാസങ്ങളായി എവിടെയാണ് മദ്യാഴിമതിയിൽ തെളിവ് ചോദിക്കുമ്പോൾ അന്വേഷിക്കുന്നു എന്നാണ് 2 വർഷമായുള്ള മറുപടി. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ മറച്ചുവെക്കാൻ നീക്കം നടക്കുന്നു. അതിനുള്ള നീക്കമാണ് കെജ്രിവാളിന്റെ അർദ്ധരാത്രിയിലെ അറസ്റ്റ്. നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി പാർട്ടി ആസ്ഥാനം സീൽ ചെയ്തു. ഷഹീദ് പാർക്കിൽ പുഷ്പാർച്ചന നടത്താൻ പോലും പ്രവർത്തകരെ അനുവദിച്ചില്ല, കസ്റ്റഡിയിലെടുത്തു എന്നൊക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ പരാതികൾ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കേബിൾ കുരുങ്ങി വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. തടിയുമായി എത്തിയ ലോറിയിൽ കുരുങ്ങി കേബിൾ പൊട്ടിയാണ് അപകടമുണ്ടായത്. 20 മീറ്ററോളം ദൂരത്ത് തെറിച്ചു വീണ യുവതിയുടെ ശരീരത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ വീണു. ലോറിയിൽ അമിതഭാരം കയറ്റിയതാണ് അപകട കാരണം എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം. കരുനാഗപ്പള്ളി തഴവ റോഡിലൂടെ പോയ തടിലോറി തട്ടി കേബിൾ പൊട്ടി വീണു. ഭർത്താവിന്റെ വർക്ക്ഷോപ്പിന് മുന്നിലിരുന്ന സന്ധ്യയുടെ സ്കൂട്ടറിന് മുകളിലേക്കാണ് കേബിൾ വീണത്. 20 മീറ്റർ ദൂരത്തേക്ക് സന്ധ്യയും സ്കൂട്ടറിനെയും കേബിൾ വലിച്ചുകൊണ്ടുപോയി. ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ സന്ധ്യയുടെ ദേഹത്ത് വീണു. കേബിൾ പൊട്ടിയതും അപകടമുണ്ടായതും ലോറി ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല. മുന്നോട്ട് പോയ ലോറി പിന്നീട് നാട്ടുകാർ തടഞ്ഞു നിർത്തുകയായിരുന്നു. തോളലിന് പരിക്കേറ്റ സന്ധ്യയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 24 കൊല്ലം. സംഭവ സ്ഥലത്ത് മാറാനുണ്ടായിരുന്നു. അരുൺ, കാണുമ്പോൾ തന്നെ ഉൾക്കിടിലുണ്ടാകുന്ന ദൃശ്യങ്ങളാണ്. ആയുസിന്റെ ബലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രത്തോളം വലിയ അപകടം അവിടെ ഉണ്ടായി. ആരോഗ്യസ്ഥിതി, ഈ വീട്ടമ്മയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴെങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്താണ് അരുൺ? ഹഷ്മി, അമിതമായി ലോഡ് കയറ്റി വന്ന ലോറിയുടെ മുകളിലേക്ക് ഈ കേബിൾ കുരുങ്ങുകയായിരുന്നു. തുടർന്ന് ഈ കേബിൾ പൊട്ടിയാണ് ഈ സമീപത്ത് ഈ ഭർത്താവിന്റെ വർക്ക്ഷോപ്പിന് മുമ്പിലിരുന്ന സന്ധ്യയുടെ ദേഹത്തേക്ക് കേബിൾ വീഴുന്നത്. തുടർന്ന് ഈ കേബിൾ വാഹനത്തിൽ സന്ധ്യ ഇരുന്ന സ്കൂട്ടറിൽ കുരുങ്ങുകയും ഈ സ്കൂട്ടർ ഉൾപ്പെടെ ഈ വാഹനം വലിച്ച് 20 മീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഒടുവിൽ ഈ സ്കൂട്ടർ തെറിച്ച് സന്ധ്യയുടെ ദേഹത്ത് വീണാണ് സന്ധ്യയ്ക്ക് തോളലിനടക്കം പരിക്കേറ്റത്. ഇവിടെ നിലവിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടാവുകയാണ് പോലീസുമായി. അതിൽ പ്രധാനമായി അവർ ആരോപിക്കുന്ന പ്രശ്നം, ഇന്നലെ ഇതിനുശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ലോറിയുടെ ഉടമ ഇവിടെ എത്തുകയും നാട്ടുകാരെ അടക്കം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നിലവിൽ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത്? സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറി പാസ് ചെയ്ത് പോവുകയായിരുന്നു. പാസ് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ ഒരു സൗണ്ട് കേട്ട് ഞാൻ വിചാരിച്ച ലൈൻ പൊട്ടുന്ന എന്തോ സൗണ്ടാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കാൻ നേരത്ത് ആ ലൈൻ വലിച്ചുകൊണ്ട് തന്നെ വന്നിട്ട് ആ ചേച്ചി താണ്ട ഈ സംഭവ സ്ഥലത്തായിരുന്നു നിന്നത്. അവിടെ നിന്ന് ആ വണ്ടിക്കകത്ത് കയറി കുരുങ്ങി അവിടെ നിന്ന് പൊങ്ങി അടിച്ച് വീഴുകയായിരുന്നു സംഭവം. എന്നിട്ട് ആ ലോറി നിർത്താതെ അപ്പുറത്തെ ജംഗ്ഷനിലാണ് കൊണ്ട് നിർത്തിയത്. എന്ന് പറഞ്ഞാൽ പുറകെ വന്ന വണ്ടിക്കാർ ഓവർടേക്ക് ചെയ്ത് വണ്ടിയുടെ മുന്നിൽ കയറി നിർത്തിയപ്പോഴാണ് അവൻ വണ്ടി നിർത്തുന്നത്. അയാൾ പറയുന്നത് ഞാൻ കണ്ടില്ലെന്നാണ്. ഇടത്തെ സൈഡിലാണ് ആ ലൈൻ കമ്പി കയറി കുരുങ്ങുന്നത്. എന്നിട്ടും അവൻ കണ്ടില്ലെന്ന്. അത്രയ്ക്ക് ഓവർലോഡ് കയറ്റിയിട്ടാണ് ആ വണ്ടി വന്നത്. അതിനകത്ത് തടിയും കൊണ്ട് വന്ന ലോറി, അതിനകത്ത് പ്രോപ്പറായിട്ടല്ലായിരുന്നു തടി പോലും കിട്ടിയത്. ആ CCTV ക്യാമറയ്ക്കകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഓണറും പുറയിലുണ്ടായിരുന്നു. ഓണർ പോലും വണ്ടിയുടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി നിർത്താതെ അവിടെ മാറി ആ ലോറി പിടിച്ചെടുത്താണ് ആ ഓണറും പോയി നിന്നത്. ഓണർ പോയി നിന്നിട്ട് ഓണർ ഭീഷണിപ്പെടുത്തു വരുന്നു ഇവിടുത്തെ നാട്ടുകാരെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോന്ന് വെച്ചാൽ ചെയ്തോളാം, എനിക്കറിയാം, ഞാൻ DYSP വിളിച്ചിട്ടുണ്ട്, ഞാൻ ഓൾ കേരള ലോറിയുടെ പ്രസിഡൻ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്
ഇന്നലെ നടന്നത്. ചെന്ന് ഈ തടയാൻ ശ്രമിച്ച നിങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തുകയായിരുന്നു പുള്ളി ചെയ്തത്. പിന്നീട് ഈ സന്ധ്യയ്ക്ക് അപകടം പറ്റി അറിഞ്ഞപ്പോൾ ഇവിടേക്ക് എത്തുക പോലും ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അയാൾ ഇതുവരെ സംഭവ സ്ഥലത്ത് അവരെ അതുകൊണ്ട് ആ ചീച്ചിയുടെ മോൻ ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്നു. അവരെ ആരെ വിളിക്കുകയായിട്ട് ഹോസ്പിറ്റലൊന്നും ചെല്ലുകയായിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസിനെ നിങ്ങൾ അറിയിച്ച സമയത്ത് പോലീസിന്റെ സമീപനം? പോലീസിനെ ഇന്നലെ അറിയിച്ചു. പോലീസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് അവിടുന്ന് സംഭവ സ്ഥലത്തൊക്കെ വന്നു, നോക്കിയിട്ട് പോലീസുകാരങ്ങ് പോയി. അവിടുന്ന് എന്തോ അറിഞ്ഞ് പിന്നാണ് CCTV ക്യാമറ റെക്കോർഡും ഞങ്ങളുടെ കടയുടെ ആദ്യത്തെ ക്യാമറ അവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അതെല്ലാം സംഭവം അറിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ സംഭവമാണെന്ന് എല്ലാവരും അറിയുന്നത്. കാരണം അല്ലേ അവർ വിചാരിച്ചു എന്തോ ലൈൻ കമ്പി പൊട്ടിയിട്ട് വാഹനം തിരിച്ചുവിടാൻ ആവശ്യം. അത് നമുക്കറിയില്ല. അത് ആ പുള്ളിയാണ് പറയുന്നത്. പോലീസുകാരെ വിളിച്ചു, പോലീസുകാർ പറഞ്ഞു പോകാനെന്ന് ആ പുള്ളിയാണ് പറയുന്നത്. പോലീസുകാർ അപ്പോൾ അവിടെ ഇല്ലായിരുന്നു, പോലീസുകാർ പിന്നായിരുന്നു വന്നത്. ഹാഷ്മി, ഇതാണ് ഇപ്പോൾ ഈ നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്ന വിഷയങ്ങളിലൊന്നും ഇത് തന്നെയാണ്. കാരണം പോലീസിനെ അടക്കം വിളിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല. പിന്നീട് ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്ന സാഹചര്യത്തിലാണ് പിന്നീട് ഈ പോലീസ് ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്കടക്കം പോയത് എന്നുള്ളതാണ്. ഈ ഉടമ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നാട്ടുകാർ ആരോപിക്കുന്ന കാര്യം. കാരണം അമിതമായി ലോഡ് കയറ്റി വന്ന ലോറിയാണ്. അതിനുശേഷം നാട്ടുകാർ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ നാട്ടുകാരെ ഭീഷണിപ്പെടുന്ന സാഹചര്യം അടക്കമുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരെ തങ്ങൾ വിളിച്ചുകൊള്ളാം എന്തായിരുന്നു അവരുടെ വാദം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസുമായി ഇവർ ഒരു വാക്കുതർക്കത്തിലടക്കം ഏർപ്പെടുകയാണ്. കാരണം ഈ ഉടമയ്ക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാർ ആരോപിക്കുന്നത്. കാരണം ഇത്രയധികം ഒരു പ്രശ്നം നാട്ടിലുണ്ടായിട്ട് ഉടമ ഈ രീതിയിലാണ് ഇടപെട്ടതെങ്കിൽ ആ ഉടമ ഈ കൃത്യമായി കാര്യങ്ങൾ കണ്ടു, എന്നിട്ട് ഉടമ ഈ കാര്യങ്ങൾ കണ്ടിട്ടും ഈ വാഹനം നിർത്താതെ പോയി എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതികളിൽ ഒന്ന്. എന്തായാലും വിഷയത്തിൽ പോലീസ് ഇപ്പോൾ നടപടിയിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. വാഹനം പിടിച്ചടക്കുന്ന നടപടിയിലേക്ക് പോകാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ പോലീസിന്റെ നടപടി കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ. നിലവിൽ കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഹാഷ്മി. ആർ അരുൺരാജാണ് കരുനാഗപ്പള്ളിയിൽ സംഭവം നടന്ന സ്ഥലത്ത് വിവരങ്ങൾ. ഒരു സമയത്ത് നമ്മൾ ചെയിനായി കേട്ടതാണ് ഇങ്ങനെ കേബിൾ കഴുത്തിൽ കുരുങ്ങി മരണങ്ങളടക്കം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ തുടർച്ചയിൽ തന്നെ വേണം അതിനെ കാണാൻ. പക്ഷേ ഇത് ഇപ്പോൾ ഒരു ലോറി അതിൻ്റെ ഡ്രൈവറൊക്കെ കുറ്റക്കാരാവുന്നു എന്നുള്ളതാണ്. ഇവിടെ വസന്തകുമാരി പറഞ്ഞു ആയുസിൻ്റെ ബലം തന്നെ. ഈ കേബിൾ വയറുകൾ ഇങ്ങനെ അലക്ഷ്യമായി ഞാന്ന് കിടക്കുന്നത് ചിലയിടങ്ങളിൽ കാണാം. ഇങ്ങനെ ഓരോ ഒരു കതിലൂടെയും എന്ന് പറയുകയാണ്. ചെറും ചെറാടയും നമ്മുടെ ചേട്ടൻ പറയുന്നു ഈ തടിലോറികളിൽ ഈ തടിലോറികളിൽ 3 നാൾ പൊക്കത്തിൽ റബ്ബർ തടി കയറ്റി പോകുന്നതിന് അപകടം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നതാണ് ആവശ്യം. ശരിയാണ്. നമ്മുടെ അനന്തു എന്ന് പറയുന്ന ഒരു പാവം BDS വിദ്യാർത്ഥി ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കൽ തെറിച്ച് മരിച്ച ആ ദിവസമാണ് ചേട്ടൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് അത്. അപ്പോൾ അങ്ങനെ ഈ അമിത ഭാരം ഏറ്റ തടിലോറികളൊക്കെ ചുമ്മാ അങ്ങനെ റോഡിൽ കൂടി പായുന്നു. ഒരു തിരുത്തിനുള്ള ഒരു പാഠമാകട്ടെ അത് എന്നുകൂടി പറയുകയാണ്. എന്തായാലും വീട്ടമ്മയുടെ ആരോഗ്യാവസ്ഥ പെട്ടെന്ന് മെച്ചപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയവരിൽ ഒരു മലയാളി കൂടി. പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് റഷ്യയിൽ കുടുങ്ങിയത്. യുദ്ധത്തിൽ ഡേവിഡിന്റെ കാലിന് സാരമായി പരിക്കേറ്റെന്നും സർക്കാർ ഇടപെടണമെന്നും കുടുംബം ആവശ്യപ്പെടുകയാണ്. ഓരോ മനുഷ്യരെ ഈ നാട്ടിൽ ഇവിടെ ഇന്ത്യയിൽ പോകുന്നവരെ കാപ്പാற்ற വേണ്ടിയാണ് ഇതാണ് വച്ചിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ മുൻകൈയെടുത്ത് ഞങ്ങൾ സ്വത്തപ്പണം ചോദിക്കുന്നില്ല. പിണറായി വിജയൻ ഇതിൽ ഒരു ഉദവി ചെയ്യണം. അവിടെ നിന്ന് ഇവിടെ MSCയിൽ നിന്ന് വിളിച്ച് പാസ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ എങ്ങനെയും എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള നടപടിക്ക് നമ്മൾ കേരള ഗവൺമെൻറ് പിണറായി വിജയൻ്റെ അടുത്ത് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. തട്ടിപ്പിനിരയായവരെ തിരികെ എത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ. റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ അവിടെ റഷ്യയിൽ പെട്ടിട്ടുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ റിക്രൂട്ട് ചെയ്ത ഏജൻസികൾ, ആ ഏജൻസികൾക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്നു. അങ്ങനെ അന്വേഷണം നടത്തിയ ഏജൻസികളിലെ ചില ആളുകളെ കേന്ദ്ര ഏജൻസികൾ നിയമ നടപടികൾക്ക് വിധേയമാക്കാനുള്ള നീക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. AV ജയശങ്കറാണ് ആ വാർത്തകൾ ഒരുമിച്ചിരുന്നത്. ജയശങ്കർ, ഇവിടെ നമ്മൾ നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ റഷ്യയിൽ യുക്രൈനിൽ മാത്രമല്ല പല രാജ്യങ്ങൾക്ക് വേണ്ടിയുമുള്ള യുദ്ധമുഖത്ത് ഈ പറയുന്ന പോയി മരിച്ചു വീഴേണ്ട ഗതികേടിലേക്ക് അല്ലെങ്കിൽ പോയി പരിക്കേൽക്കേണ്ട ഗതികേടിലേക്ക് ഇത്തരം തട്ടിപ്പ് ഏജൻസികൾ നമ്മുടെ യുവാക്കളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന കണക്കുകളൊക്കെ നേരത്തെ വന്നതാണ്. അപ്പോൾ അങ്ങനെ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന വിശദമായ ഒരു പരിശോധനയ്ക്ക് ഈ സംഭവങ്ങൾ കാരണമാകുമോ?
ആഷ്മി, ഓരോ ദിവസം കഴിയും തോറും റഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നടക്കം യുവാക്കൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ കുടുംബം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ് സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് ഇത്തരം വിഷയങ്ങൾ വരുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുരുതര സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ഇന്ന് പൂവാറിൽ മറ്റൊരു കുടുംബവും തങ്ങളുടെ മകൻ റഷ്യയിൽ പരിക്ക് പറ്റി കിടക്കുന്നുവെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായി നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം സമാനമായ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടന്നിട്ടുണ്ടാകാമെന്നാണ് നിലവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും വിലയിരുത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട്. അതുതന്നെയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി വി മുരളീധരൻ പറഞ്ഞത്. ഏജൻസികൾ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നു, പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുരുതര സാഹചര്യം ഇത്തരത്തിൽ കുടുംബങ്ങളിലേക്ക് ഇത്തരം ആളുകൾ വിളിക്കുകയും അവിടുത്തെ ഒരു സാഹചര്യം പറയുന്ന ഘട്ടത്തിൽ മാത്രമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇന്ത്യക്ക് പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തിരിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പൂവാറിലെ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട കുടുംബം പറയുന്നത് സർക്കാർ തലത്തിൽ ഇടപെടലുകൾ വേണം, മുഖ്യമന്ത്രി ഇടപെടണം എന്നൊക്കെയാണ്. എന്തായാലും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ജയശങ്കറിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കത്ത് അയക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എംബസികൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായി ഇവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു തലത്തിൽ അന്വേഷണം കൃത്യമായി സർക്കാർ ഏജൻസികൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. മറ്റൊരു തരത്തിൽ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നത്. ആഷ്മി, ജയശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവാക്കൾ ഇതുപോലെ റിക്രൂട്ടിംഗ് ഏജൻസികൾ തട്ടിപ്പിനിരയായി വല്ല രാജ്യങ്ങളുടെയും യുദ്ധമുഖത്തേക്ക് പോകേണ്ട ഗതികളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന്, അത് തൊഴിലില്ലായ്മ കൊണ്ടാണ്. അത് സംസ്ഥാനത്താണെങ്കിലും തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ ഉയർന്നു നിൽക്കുന്ന കേന്ദ്ര തലത്തിലാണെങ്കിലും ആ അവസ്ഥ കൊണ്ടാണ് നമ്മുടെ യുവാക്കൾക്ക് അത്തരത്തിൽ പോകേണ്ടി വരുന്നതെന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കിയാൽ നന്ന്. അനിൽ കൊല്ലങ്കോട് പറയുകയാണ്. ആഷ്മിൻ്റെ മോൾ അൻവിയയുടെ 1ാം പിറന്നാളാണ് ഒരു ആശംസ പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ അൻവിയ മോൾ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 1 മണി കഴിഞ്ഞ് 24 മിനിറ്റാണ്. തിരികെ എത്താം ചെറിയൊരു ഇടവേള. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്. അതായത് ഇവിടെ ജയകൃഷ്ണൻ പറയുകയാണ്, കരുനാഗപ്പള്ളി ഭാഗങ്ങളിൽ ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയ്ക്ക് വേണ്ടി അഴിച്ചുവിട്ടിരിക്കുന്ന കേബിൾ ഇപ്പോഴും പല ഭാഗങ്ങളിലും അപകട നിലയിൽ റോഡിൽ കിടക്കുകയാണ്, ഒരു നടപടിയില്ല എന്ന് പറയുന്നു. വേറൊരു പ്രേക്ഷകന് താഴെ പറയുന്നുണ്ട്, മനോഹരൻ നായർ, താഴെ ചന്തവിളയിലും കേബിൾ വയറുകൾ വളരെ താഴ്ന്നു കിടക്കുന്നു, അധികാരികൾ ശ്രദ്ധിച്ചാൽ അപകടം ഒഴിവാക്കാം. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ കൊച്ചിയിൽ നേരത്തെ ഒരു സീരീസ് ഓഫ് അപകടങ്ങൾ ഉണ്ടായതാണ്, 2 or 3 മരണങ്ങൾ ആ സമയത്ത് ഉണ്ടായതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നീക്കവുമായി സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ 200 കോടി അനുവദിച്ചു. കുടിശ്ശിക നൽകാമെന്ന ഉറപ്പിൽ കരാറുകാർ നടത്തിയ നിസ്സഹകരണം സമരം അവസാനിപ്പിച്ചു. 6 സബ്സിഡി സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തി. തെരഞ്ഞെടുപ്പിൽ സപ്ലൈകോയിലെ പ്രതിസന്ധി രാഷ്ട്രീയ വിഷയമാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് സർക്കാരിന്റെ അടിയന്തര നടപടി. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ 200 കോടി അനുവദിച്ച സർക്കാർ ഉത്തരവിറക്കി. വിപണി ഇടപെടൽ നടപ്പാക്കിയതിന്റെ ഭാഗമായുണ്ടായ പ്രതിസന്ധി മറികടക്കാനാണ് തുകയെന്നും ഇത് വകമാറ്റി ചെലവഴിക്കരുതെന്നും ഉത്തരവിലുണ്ട്. തുക ലഭിക്കുമെന്ന് ഉറപ്പായതോടെ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കരാറുകാരുമായി ചർച്ച നടത്തി. കുടിശ്ശിക തുക നൽകാമെന്ന ഉറപ്പിൽ കരാറുകാർ നിസ്സഹകരണം അവസാനിപ്പിച്ചു. ഇതോടെ 6 സബ്സിഡി സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിലെത്തി. അരി, മുളക്, കടല, ഉഴുന്ന്, ചെറുപയർ, വെളിച്ചെണ്ണ എന്നിവയാണ് എത്തിയത്. ശേഷിക്കുന്ന 7 ഇനങ്ങൾക്കുള്ള ടെൻഡറിലും കരാറുകാർ പങ്കെടുത്തു. ഈ സാധനങ്ങൾ അടുത്ത ദിവസം ഡിപ്പോകളിലും ഔട്ട്ലെറ്റുകളിലും എത്തും. വി.എ. ഗിരീഷ്, 24, തിരുവനന്തപുരം. പത്തനംതിട്ട റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാർ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികൾ പോലീസ് കണ്ടെത്തി. 24 വാർത്തയെ തുടർന്നായിരുന്നു പരിശോധന. ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ അറിവോടെയാണ് ഗ്രോ ബാഗിൽ കഞ്ചാവ് വളർത്തിയതെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ഫോറസ്റ്റ് വാച്ചർ വെളിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പ്ലാച്ചേരി സ്റ്റേഷനിൽ കഞ്ചാവ് വെടി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചത്? പഴയ കെട്ടിടത്തിൻ്റെ പുറകിൽ. എത്ര ചെടി വെച്ചിട്ടുണ്ട്? 10 കിളുത്ത് വന്ന എത്ര എണ്ണം വെച്ച്? 13 വെച്ചോ? ഇല്ല, മൊത്തം 40 വെച്ച്. എത്ര വലിപ്പത്തിൽ വെച്ചു? വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു.
ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, എത്ര കാലമായി അത് തുടങ്ങിയിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പൂർണ്ണ വിവരം തയ്യാറാക്കി നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വസ്തുതകൾ പരിശോധിച്ച് വസ്തുനിഷ്ഠമായ ഒരു പരിശോധനയ്ക്ക് ശേഷം കുറ്റവാളിയാണ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ കുറ്റവാളിക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീത്ത്, ഗ്രോബാഗിൽ 40 കഞ്ചാവ് തൈകൾ നട്ട് വെള്ളമൊഴിച്ച് അതിന് വെയിലും മഴയൊന്നും കൊള്ളിക്കാതെ അങ്ങനെ വളർത്തിയെടുക്കാനുള്ള ആ കൃഷിക്കുള്ള ചേതോവികാരം എന്തായിരുന്നു? ഹാഷ്മി, രാവിലെ 8:30 മണിയോടുകൂടി നമ്മൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. അതൊരു റിപ്പോർട്ടായിരുന്നു, റേഞ്ച് ഓഫീസർ എൻ്റെ ഒരു റിപ്പോർട്ടായിരുന്നു അത്. എന്തായാലും ആ റേഞ്ച് ഓഫീസർ റിപ്പോർട്ട് നടത്തി അത്തരത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നു. അതിനുശേഷം ഒരു പ്രതികരണം, അത് ഒരു വാച്ചറുടെ പ്രതികരണമായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വരുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ പ്രതിഷേധിക്കുന്നത്. ആദ്യം എക്സൈസ് സംഘം പരിശോധനയ്ക്കെത്തി, അവർക്കൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇരച്ചു കയറിയത്. അപ്പോൾ പോലീസും ഈ പ്രദേശത്തുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തൊട്ടടുത്ത മേഖലയിൽ നിന്ന്, ഒഴിഞ്ഞ കെട്ടിടമാണ്, അതിന് തൊട്ടടുത്ത മേഖലയിൽ നിന്ന് ഒരു ഗ്രോ ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. എന്തായാലും ആ കഞ്ചാവ് ചെടി കണ്ടെടുത്ത ഉടൻ തന്നെ നാട്ടുകാർ കൂവി വിളിച്ചുകൊണ്ട് ഇത് നേരെ കൊണ്ടുവന്ന CI ജയകുമാർ, മണിമല CI ജയകുമാറിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇത് തൊട്ടടുത്ത മേഖലയാണ്. തൊട്ടപ്പുറത്തെ റോഡിന് അപ്പുറത്തെ വശം പത്തനംതിട്ടയും ഇപ്പുറത്ത് കോട്ടയം ജില്ലയുമാണ്. എന്തായാലും കോട്ടയം ജില്ലയിലെ വനാതിർത്തിയാണ്. എന്തായാലും ഉടൻ തന്നെ ജയകുമാറിനെ വിവരം അറിയിച്ചു. ജയകുമാർ ഇതുമായി പുറത്തേക്ക് പോവുകയായിരുന്നു. എന്തായാലും 24 വാർത്ത നൽകിയത് 40ഓളം കഞ്ചാവ് ചെടികൾ എന്നായിരുന്നു. എന്തായാലും ഗ്രോ ബാഗിൽ വളർത്തിയ മറ്റു കഞ്ചാവ് ചെടികൾ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാരുടെ വലിയൊരു സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വനംവകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ആ ഒരു അജേഷ് എന്നാണ് അയാളുടെ പേര്, ആ വാച്ചറെ ഇപ്പോൾ താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അയാൾ അറിയാതെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു കഞ്ചാവ് കൃഷി ഇതിനകത്ത് നടത്താൻ കഴിയില്ല എന്നും മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ഇവിടെ കഞ്ചാവ് ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച ശേഷം വനഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൃഷി ചെയ്യുകയായിരിക്കാമെന്ന ഒരു സംശയമാണ് എക്സൈസിനും പോലീസിനും ഉള്ളത്. കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വകുപ്പ് തല നടപടി ഉണ്ടാകണമെന്ന് യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരും പുറത്ത് വലിയ പ്രതിഷേധമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ഹാഷ്മി, ശ്രീകുമാരനാണ് ചെയ്ത് ഒരു കൃഷിയാണ്, പക്ഷേ കൃഷി കഞ്ചാവ് കൃഷിയായി പോയി, നടപടി നേരിട്ടല്ലേ പറ്റൂ. അതും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പോലെ അക്ഷരാർത്ഥത്തിൽ വല്ലാത്തൊരു വിളവായിപ്പോയി ആ കഞ്ചാവ് വിളവെന്ന് പറയേണ്ടി വരും. ഇവിടെ നമ്മുടെ പവിത്രൻ പാതിരാപ്പറ്റ പറയുന്നു, ആഷ്മി കമൻറ്റ് ബോക്സിൽ വരുന്ന ചിലരെ 1-2 പ്രാവശ്യം കാണുന്നുണ്ട്, മറ്റു ചിലരെ കാണുന്നില്ല എന്ന് പറയുന്നു. ആമിന പറയുന്നു പഴയ പ്രേക്ഷകരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടോന്നേ, പഴയ പ്രേക്ഷകർ പുതിയ പ്രേക്ഷകരൊന്നുമില്ല, എല്ലാവരെയും കാണുന്നുണ്ട്. ആരെയും ഒഴിവാക്കിയൊരു യാത്രയില്ല, എല്ലാവരെയും ചേർത്ത് നിർത്തിയാണ് യാത്ര. വിശ്വാസ നിറവിൽ ഓശാന ഞായർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. ജെറുസലേം യേശുക്രിസ്തുവിനെ വരവേറ്റതിന്റെ ഓർമ്മയിൽ വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ഭാഗമായി. ജെറുസലേം നഗരത്തിലേക്ക് കഴുതപ്പുറത്തേറി യേശുക്രിസ്തു പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. നിബിയന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ. വയനാട് നടവയൽ ഹോളി ക്രോസ് ഫൊറോന പള്ളിയിലെ ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടേൽ കാർമ്മികത്വം വഹിച്ചു. മനുഷ്യരെക്കാൾ വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഓശാന സന്ദേശത്തിൽ റാഫേൽ തട്ടിൽ പറഞ്ഞു. മനുഷ്യരെക്കാളും കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിൽ തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ മനുഷ്യൻ ഇതിൽ പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ. രക്ഷകനെ വരവേൽക്കുന്ന ഓശാന ഞായറിന്റെ സന്ദേശം പൊതുതെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കണമെന്ന് കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. മതേതരത്വം സംരക്ഷിക്കുന്നവരെ പാർലമെന്റിലേക്ക് അയക്കണമെന്നാണ് ആഹ്വാനം. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാ ജനങ്ങളെയും സ്വീകരിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും
സോഷ്യലിസവുമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്ത് നമ്മൾ പാർലമെന്റിലേക്ക് അയക്കണം. ഓശാന ഞായറോടെ നോമ്പുകാലത്തെ വിശുദ്ധ വാരാചരണ കർമ്മങ്ങൾക്കും ക്രൈസ്തവ ദേവാലയങ്ങളിൽ തുടക്കമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഇതാണ് ഇവിടെ വാക്കാൻ ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ. ഹാഷ്മിയുടെ പുറകിൽ നിൽക്കുന്നത് കഞ്ചാവാണോ ഒന്ന് നോക്കണേ. ഇത് കഞ്ചാവൊന്നുമല്ല, ഇത് നമ്മുടെ നട്ടുവളർന്ന നമ്മുടെ ചെടിയാണ്, നമ്മുടെ സ്വന്തം ചെടിയാണ്. നമ്മൾ എന്താണ് കഞ്ചാവെന്നല്ല, വേറൊരു തരത്തിലുള്ള ചെടിയാണ്. നമ്മളതിനെ ഓമനിച്ച് വളർത്തുന്നതാണ്. ഉച്ചച്ചെടി എന്നാണ് ഞങ്ങൾ ഇതിനെ ഓമനിച്ച് വിളിക്കുന്നത്. പ്രത്യേക പേരൊന്നും ഇതിനില്ല. കഞ്ചാവ് എന്നാലും കഞ്ചാവൊന്നുമില്ല, പാവം ചെടിയാണ്. അപ്പോൾ ശരി. അപ്പോൾ ഏക സിവിൽ കോഡിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം. ഏക സിവിൽ കോഡ് ഭരണഘടനയുടെ അന്തസ്സത്തെ അപകടത്തിലാക്കുമെന്നാണ് വിമർശനം. ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഏകത ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന വിമർശനമുണ്ട്. രാഷ്ട്ര ശരീരത്തെ വികലമാക്കുന്ന അസംബന്ധമാണ് ഏക വ്യക്തി നിയമമെന്നും മുഖപ്രസംഗത്തിൽ സത്യദീപം ആഞ്ഞടിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ ഓശാന ഞായറിൽ സജീവമായി സ്ഥാനാർത്ഥികളും പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും സ്ഥാനാർത്ഥികളും പങ്കാളികളായി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ശശി തരൂർ രാവിലെ 7 മണി മുതൽ 9 വരെയുള്ള സമയം നീക്കിവെച്ചത് വിവിധ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ. ആദ്യമെത്തിയത് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ. കുരുത്തോല പ്രദക്ഷിണത്തിലും പങ്കെടുത്തു. പിന്നാലെ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ പ്രാർത്ഥനയ്ക്കൊപ്പം ചേർന്നു. സ്പെൻസറിലെ ഓർത്തഡോക്സ് ചർച്ചിലും യാക്കോബായ പള്ളിയിലും ലൂർദ് പള്ളിയിലും സന്ദർശനം നടത്തിയ ശേഷമാണ് മറ്റു പരിപാടികളിലേക്ക് ശശി തരൂർ കടന്നത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ കുടുംബസമേതം എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലെ കുർബാനയിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി KJ ഷെയ്ൻ വടക്കൻ പറവൂർ സെന്റ് ജോസഫ് കൊത്താലോൻഗ ചർച്ചിലാണ് പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ SH മൗണ്ടിലുള്ള ഇടവകപ്പള്ളിയിൽ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. ഭാര്യയ്ക്കൊപ്പമായിരുന്നു പ്രാർത്ഥനയ്ക്കെത്തിയത്. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് അതിരമ്പുഴ പള്ളിയിൽ രാവിലെ 5:30 മുതൽ ചടങ്ങുകളിൽ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ചു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫ് പൂങ്കാവ് തുമ്പോളി പള്ളികളിൽ ഓശാന തിരുനാളിനെത്തി. വടകരയിൽ ഷഫി പറമ്പിലും തൃശൂരിൽ സുരേഷ് ഗോപിയും ദേവാലയങ്ങൾ സന്ദർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് കണ്ണൂരിൽ മരം കടപുഴകി വീണ് 5 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ഇരിട്ടി വള്ളിയാട് ഗ്രൗണ്ടിലാണ് അപകടമുണ്ടായത്. ബേസ്ബോൾ പരിശീലനത്തിനിടയിലാണ് മരത്തണലിൽ വിശ്രമിച്ച കുട്ടികൾക്ക് മുകളിലേക്ക് മരം കടപുഴകിയത്. സജോ ദേവസ്യ ചെയ്യുന്നു. സജോ, കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഹാഷ്മി, ആശ്വാസകരമായ കാര്യം, കുട്ടികളുടെ പരിക്കൊന്നും ഗുരുതരമല്ല. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കണ്ണൂർ ഇരിട്ടിയിലെ വള്ളിയാട് ഗ്രൗണ്ടിൽ അവിടെ ബേസ്ബോളിന്റെ സംസ്ഥാന ടീമിന്റെ ഭാഗമായ വിദ്യാർത്ഥികളാണ് പരിശീലനത്തിന് വേണ്ടി അവിടെ എത്തിയത്. വലിയൊരു മരം ആ ഗ്രൗണ്ടിന് തന്നെ ഭാഗമാണ്. മത്സരത്തിനിടെ ഈ കുട്ടികൾ ഏതാണ്ട് ഒരു 5 കുട്ടികൾ ഈ മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. ഈ സമയത്താണ് മരം കടപുഴകി വീണത്. പക്ഷേ ഈ മരം അവിടെ തന്നെ മരത്തിനോട് ചേർന്ന് തന്നെ ഒരു വാഹനം പാർക്ക് ചെയ്തിരുന്നു. അതിന് മുകളിലേക്കാണ് വീണത്. അത് വലിയൊരു അപകടം, വലിയൊരു ദുരന്തം ഒഴിവാക്കുന്നതിന് കാരണമായി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയണം. കുട്ടികൾക്ക് ശിഖരവും മറ്റും തട്ടി ആണ് പരിക്കേറ്റത്. 5 വിദ്യാർത്ഥിനികൾക്കാണ് പരിക്കേറ്റത്. മുണ്ടയാമ്പറമ്പ് സ്വദേശികളായ ആന്റൺ, അനഘ, മട്ടന്നൂർ സ്വദേശികളായ കൗശിക്, ശ്രാവൺ, കൈലാസ് എന്നിവർക്കാണ് മരത്തിന്റെ ശിഖരങ്ങൾ തട്ടി പരിക്കേറ്റത്. ഇവർ ഉടൻ തന്നെ ഇരിട്ടിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അവർ ആശുപത്രിയിൽ ചികിത്സ തേടി ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട്. അപ്പോൾ അപകടം ഉണ്ടായതിന് പിന്നാലെ ഫയർഫോഴ്സ് സേനാംഗങ്ങളൊക്കെ സ്ഥലത്തെത്തി. പക്ഷേ ഏതെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചേർന്ന് തന്നെ കുട്ടികളെ വളരെ വേഗത്തിൽ തന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. അവർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിട്ടുണ്ട്. മരത്തിന്റെ തൊട്ടരികിൽ തന്നെ ഒരു വാഹനം പാർക്ക് ചെയ്തിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. കാരണം ആ വാഹനത്തിന് മുകളിലേക്കാണ് മരം വീണത്. അത് കാരണം കുട്ടികളുടെ ദേഹത്തേക്ക് വീണില്ല. വലിയ ഭാഗ്യം. കാര്യം അത് അത്യാവശ്യം വലിയ മരമാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാവുന്നില്ല, എന്തെങ്കിലുമൊക്കെ ദുരന്തം ഉണ്ടായേക്കാവുന്ന ഒരു മരമായിരുന്നു അത് കടവഴി വീണ്. ഭാഗ്യം കുട്ടികൾക്ക് പരിക്കാർക്കും ഏതെങ്കിലും തരത്തിൽ നിസ്സാര പരിക്കുകളേ ഉള്ളൂ. ഒരു വണ്ടി രക്ഷയായി എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ കടപുഴകാൻ വേണ്ടി നിൽക്കുന്ന മരങ്ങളിലൊരു ശ്രദ്ധ എപ്പോഴും നല്ലതാണ്. തിരികെ എത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചെറിയൊരു ഇടവേള കൂടി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:46 അതായത് ഇവിടെ നമ്മുടെ ജോബിൻ കട്ടപ്പന ചോദിക്കുകയാണ്, ഹാഷ്മി ഫ്ലോർ ആരാണ് സെറ്റ് ചെയ്യുന്നത്? സൂപ്പർ ഫ്ലോർ. അപ്പോൾ നമ്മുടെ കിടിലൻ ഗ്രാഫിക്സ് VFX ടീമുണ്ട്, കിടിലൻ പ്രൊഫഷണൽസ് ആണ്, അവരാണ് സെറ്റ് ചെയ്യുന്നത്. അവിടെ കണ്ടില്ല, അവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടില്ലേ? അവിടെ എന്താണ് വലിയ കൊടുഞ്ചൂടത്തൊക്കെ ആകുമ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ നൈസായിട്ടൊന്ന് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം, യഥാർത്ഥത്തിലുള്ള സ്വിമ്മിംഗ് പൂളാണെങ്കിൽ. പക്ഷേ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, സ്വിമ്മിംഗ് പൂളൊന്നും അല്ല അത്. ഇതൊക്കെ ഗ്രാഫിക്സിൻ്റെ ഓരോരോ കളികളാണ്, മായാജാലമാണ് മൊത്തത്തിൽ. ഓക്കെ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഈ മാസം 31 ഡൽഹിയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ. ഇലക്ട്രൽ ബോണ്ട് അഴിമതി മറച്ചുവെക്കാനാണ് കേന്ദ്രം അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. जब से अरविंद केजरीवाल जी की गिरफ्तारी हुई है, न सिर्फ आम लोग बल्कि पूरा विपक्ष एकजुट होकर के इस तानाशाही के खिलाफ खड़ा हुआ है।
दिल्ली की सड़कों पर, देश की राजधानियों में, अलग अलग हिस्सों में लगातार विरोध प्रदर्शन हो रहे हैं और ये आंदोलन आगामी दिनों में और तेज होगा. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുന്നത്? അരവിന്ദ് കെജ്രിവാളിന്റെ യഥാർത്ഥത്തിൽ 11 മണിക്കൂറിലെ ഈ അറസ്റ്റ്, ഈ ജയിൽവാസം, വീണ് കിട്ടിയ ആയുധം എന്ന നിലയ്ക്ക് തന്നെ ഇന്ത്യ മുന്നണി തിരിച്ചറിയുന്നുണ്ടോ ബൽറാം? ഹാഷ്മി, കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി പാർട്ടി ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും ശക്തമായ പ്രതികരണവും പ്രതിഷേധവും ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് രൂപം നൽകിയിരിക്കുന്നത്. ഈ മാസം 31-ന് ഡൽഹി രാംലീല മൈതാനിയിലായിരിക്കും ഈ മഹാറാലി സംഘടിപ്പിക്കുക. ഇത് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ, ദേശീയ നേതാക്കൾ ഈ പ്രതിഷേധ വേദിയിൽ ഒത്തുചേരും എന്നാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ മാത്രം വിഷയമല്ല, മറിച്ച് കെജ്രിവാളിന് മുമ്പായി ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെയും ബീഹാറിൽ തേജസ്വി യാദവിനെയും പശ്ചിമ ബംഗാളിൽ തൃണമൂൽ നേതാക്കളെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയെന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മഹാ റാലി എന്നുമാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ 3 മന്ത്രിമാർ അതിഷി, സൗരഭ് ഭരദ്വാജ്, ഗോപാൽ റായ് എന്നീ 3 മന്ത്രിമാർക്കൊപ്പം PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലിയും CPM-ന്റെ പ്രതിനിധി രാജേഷ് കുമാർ അടക്കമുള്ളവർ ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഈ റാലിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനും ഈ കെജ്രിവാളിനെതിരായ നടപടിക്കൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ നേതാക്കൾക്കെല്ലാം എതിരെ കേന്ദ്ര ഏജൻസികളെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP ദുരുപയോഗം ചെയ്യുന്നു എന്ന് ശക്തമായ പ്രചരണ ആയുധമാക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. എന്തായാലും ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ഒരു വിച്ഛണ്ട് പ്രതിപക്ഷ നേതാക്കളെ വേട്ട നടത്തുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ പൊതുവായ ആരോപണമാണ്. പ്രതിപക്ഷ നേതാക്കളെ മാത്രം ഉന്നവിടുന്ന ദിലീപിൽ 124 കേസെടുത്ത നേതാക്കൾ 116 പേരും പ്രതിപക്ഷ നേതാക്കളാണ് എന്ന കണക്കൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പ്രതിപക്ഷം പുറത്തേക്ക് വിടുന്നു, പത്രങ്ങളൊക്കെ വരുന്നുണ്ട് ആ കണക്കുകളൊക്കെ. അപ്പോൾ എന്തായാലും അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിനെ ഒരു പ്രതിഷേധ ജ്വാലയാക്കാൻ തീരുമാനിക്കുന്നു പ്രതിപക്ഷം. അകത്ത് കിടക്കുന്ന കെജ്രിവാൾ കൂടുതൽ ശക്തനാകുന്നു എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയേണ്ടതുമാണ്. സമയം ഇപ്പോൾ 1:86 നമ്മുടെ വാർത്തായാത്ര അതിന്റെ അവസാന ഘട്ടത്തിൽ. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. കടൽ കടന്നെത്തിയ വ്യത്യസ്തമായ ഒരു നോമ്പുതറ വിഭവത്തെക്കുറിച്ചാണ് ഇനി. കോഴിക്കോട് ഏലത്തൂരുകാരുടെ മനസ്സ് കീഴടക്കിയ കോഴിക്കഞ്ഞി. നോമ്പുതുറ വിഭവങ്ങൾ പലതുണ്ട് മലബാറിൽ. പക്ഷേ കോഴിക്കോടിന്റെ കോഴിക്കഞ്ഞി അതിന് ഒരു പ്രത്യേക രുചിയാണ്. കടൽ കടന്ന് എലത്തൂരിലെത്തിയതാണ് കോഴിക്കഞ്ഞി. നാട്ടുകാർക്കിത് ബർമ്മക്കഞ്ഞിയാണ്. ആ പേരിന് പിന്നിലൊരു ചരിത്രമുണ്ട്. ഉപ്പ ബർമയിലായിരുന്നു, അവിടെ ജോലി ആവശ്യാർത്ഥം പോയതാണ്. അന്ന് അങ്ങോട്ടാണ് പോവുക. അങ്ങനെ അവിടെ ബർമയിൽ അവിടെ ജോലി ചെയ്തപ്പോൾ അവിടുന്ന് കൊടുത്തുകൊണ്ടിരുന്നതാണ് കഞ്ഞി, കോഴിക്കഞ്ഞി. അപ്പോൾ ബർമയിൽ നിന്ന് ഇങ്ങോട്ട് അവിടെ നാഷണലൈസേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്ന്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കെയർ ഓഫിൽ കഞ്ഞി ഇവിടെ എത്തിയതിനെ കൊണ്ട് ബർമ്മക്കഞ്ഞി എന്ന് ഇവിടുന്ന് പറയാൻ തുടങ്ങി. കോഴിക്കഞ്ഞിയാണ് ഒരു പകൽ നീളുന്നതാണ് പാചകം. രാവിലെ ഒരു 9 മണിക്ക് ഇത് പാചകം തുടങ്ങും. ഒരു 3:30 മണിയാകുമ്പോഴേക്കാണ് ഇത് കഴിയുക. അതിൻ്റെ ഇടയ്ക്ക് അതിലുള്ള 10-23 സാധനങ്ങൾ, ഔഷധക്കൂട്ടങ്ങൾ അതിൽ ചേർക്കും. അതിൽ പച്ചരി കൊണ്ട് അത് ഉണ്ടാക്കണത്. അതിൽ പിന്നെ നല്ല ജീരകം, വലിയ ജീരകം, ഉലുവ, കടലപ്പരിപ്പ്, തേങ്ങ, കോഴി, ഇഞ്ചി, വെള്ളുള്ളി, വലിയ ഉള്ളി, അങ്ങനെ തുടങ്ങി 23 സാധനങ്ങളോളം ഇതിൽ ചേരുന്നുണ്ട്. അപ്പോൾ ഈ പാകപ്പെടുത്തുന്നതിൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ എല്ലാം ഇതിൽ ചേർത്തിട്ട് അവസാനം നെയ്യ് കൊണ്ട് തൂമിച്ചിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക ചെയ്യുക. കോഴിക്കഞ്ഞി ഇല്ലാതെ എലത്തൂരുകാർക്ക് നോമ്പ് തുറയില്ല. എല്ലാവർക്കും ഇത് ഫ്രീയാണ്. ചായ ഒന്നും വേണ്ട, കഞ്ഞിയാണ് എല്ലാവരും കുടിക്കല്. നമ്മളൊക്കെ ഇത് കഞ്ഞിയാണ്. നോമ്പിന് ക്ഷീണം ഉണ്ടാവില്ല കഞ്ഞി കുടിച്ചാൽ.
പിതാവ് ആരംഭിച്ച കോഴിക്കഞ്ഞി വിതരണം അരനൂറ്റാണ്ടിനിപ്പുറവും മുടക്കമില്ലാതെ തുടരുകയാണ് AP അബ്ദുൽ ഖാദർ ഹാജി. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ സമയം കാണാം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അപ്പോൾ നമ്മുടെ ഉച്ചവാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു. നമ്മൾ ഇനി കാണുക വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറാണ്. ഇനിയിപ്പോൾ കുറ്റകൃത്യങ്ങളുടെ വല്ലാത്ത ലോകം. പോലീസ് ഡയറി സുഹൈൽ മുഹമ്മദ്.